അർജുൻ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഫോൺ എങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരികയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഹാർഡ് റീസെറ്റ് ചെയ്യുക വഴി ചിലപ്പോൾ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹാർഡ് റീസെറ്റിംഗ് ബെറ്റർ സൊല്യൂഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ സാംസങ് ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. പല ഫോണുകളുടെയും പല കമ്പനികളുടെയും വരുന്നതിനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചാനൽ വഴി. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കുക. ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ആക്കുക. ഫോൺ പൂർണ്ണമായിട്ടും സ്വിച്ച് ഓഫ് ആയിരിക്കണം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. ഓക്കെ, ഫോൺ പൂർണ്ണമായിട്ടും സ്വിച്ച് ഓഫ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പൂർണ്ണമായിട്ടും സ്വിച്ച് ഓഫ് ആയതിനു ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓഫ് ചെയ്ത ശേഷം, ഫോൺ ഓഫ് ചെയ്ത ശേഷം, പവർ ഓഫ് ചെയ്ത ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ. ഹോം ബട്ടൺ ഇല്ലാത്ത ഫോണാണെങ്കിൽ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. ഹോം ബട്ടണും കൂടി ഉള്ള ഫോണാണെങ്കിൽ ഈ മൂന്നും പ്രസ് ചെയ്യുക. ഓക്കെ, എനിക്കിപ്പോൾ ഹോം ബട്ടൺ കൂടി ഉണ്ട്. അതുകൊണ്ട് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ ഈ മൂന്ന് ബട്ടണും ഞാൻ ഒന്നിച്ച് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ വരുമ്പോഴത്തേക്കും ഹോം ബട്ടൺ നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ഹോം ബട്ടൺ ഉള്ള ഫോണാണെങ്കിൽ ഹോം ബട്ടൺ റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ സിസ്റ്റം അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, നോ കമാൻഡ് എന്ന് വരും. ചിലപ്പോൾ ഇതൊന്നും വരാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ റിക്കവറി മോഡിലേക്ക് പോകും. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ, സാംസങ് ഫോണിൻ്റെ റിക്കവറി മോഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ചില ഫോണുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ റിക്കവറി മോഡിലേക്ക് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഫോണുകൾ ഇതേപോലെയൊക്കെ ഈ ഒരു ഐക്കണൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും റിക്കവറി മോഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ പുതിയ ഫോണൊക്കെ മിക്കവാറും ഈ രീതിയിലാണ് പോകുന്നത്. പഴയ ഫോണൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ റിക്കവറി മോഡിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഫോണിൽ സ്റ്റോക്ക് റിക്കവറി മോഡ്. ഈ ഒരു സ്റ്റോക്ക് റിക്കവറി മോഡിൽ വന്നിട്ട് വേണം നമ്മൾ ഫോണ് ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെയൊന്നും നമുക്ക് ടച്ച് വർക്ക് ആവത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പവർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് കൺഫേം ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അതിനായിട്ട് വോളിയം ഡൗൺ ബട്ടൺ, ഞാൻ എൻ്റെ വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ്, ഈ ഒരു ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലുള്ള ഫയലുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് വേണ്ടപ്പെട്ട ഫയലുകളൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഹാർഡ് റീസെറ്റ് ചെയ്യാവൂ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ മറക്കാതിരിക്കുക. അല്ലെങ്കിൽ അത് വേണം, ജിമെയിൽ ഐ ഡിയും പാസ്വേഡും വേണം. ഫോണിൽ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും പാസ്വേഡും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ FRP ലോക്കി കുടുങ്ങും. അപ്പോൾ FRP ലോക്കി കുടുങ്ങുമ്പോഴത്തേക്കും കുടുങ്ങാതിരിക്കുന്നതിന് വേണ്ടി ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FRP ലോക്ക് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ വൈപ്പ് ഡാറ്റ ആൻഡ് ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം നിങ്ങളുടെ പവർ ബട്ടൺ ഉപയോഗിച്ച് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ താഴെ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പവർ ബട്ടൺ ഉപയോഗിച്ച് കൺഫേം ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഹാർഡ് റീസെറ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇറേസ് ആയി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് യെസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവുകയും ഫോൺ ഓഫായിട്ട് ഓൺ ആവുകയും ചെയ്യും. ഏകദേശം 10-15 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരും ഫോൺ ഓഫായിട്ട് ഓൺ ആവാൻ. നിങ്ങൾ യാതൊരുവിധ പ്രശ്നം ചെയ്യേണ്ട ആവശ്യമില്ല, യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട. ചിലപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ഫോൺ ഓൺ ആവും, യാതൊരു പ്രോബ്ലംസും വരികയില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പഴയ ആൻഡ്രോയിഡ് വേർഷനൊക്കെ ഫോണാണെങ്കിൽ നിങ്ങളുടെ FRP ലോക്കി കൊടുക്കത്തില്ല. FRP ലോക്ക് പുതിയ ആൻഡ്രോയിഡ് വേർഷനിലേക്കാണ് ഉള്ളത്. ഏകദേശം ആൻഡ്രോയിഡ് വേർഷൻ 6 ശേഷമാണ് ഈ ഒരു FRP ലോക്കിംഗ് സംവിധാനമുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 6 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ജിമെയിൽ ഐ ഡി പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.